ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് അവിലും പഴവും വെച്ചിട്ട് വിളയിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇന്നാൾ ഞാൻ വെറും അവിൽ മാത്രം വിളയിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഇത് അവിലും പഴവും ചേർത്തിട്ട് അതിന് വേണ്ടുന്ന സാധനം 3 നേന്ത്രപ്പഴം, കുറച്ച് അവിൽ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ, നെയ്യ്, എള്ള്, പിന്നെ നമുക്ക് വെല്ലം ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ അരിച്ചിട്ട് വയ്ക്കണം. വെല്ലം ഞാൻ ഉരുക്കി വെച്ച് നേരത്തെ കാലത്തെ കുറച്ച് ഏലക്കായൻ്റെ പൊടി അതും പൊടിച്ചിട്ട് കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിലെടുത്തിട്ടൊന്ന് വറക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിലെടുക്കട്ടെ. അവിലെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. അതിലേക്ക് അവിലിട്ട് കൊടുക്കാം. എത്രയാണോ ഓരോരുത്തർക്ക് വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ആക്കുന്നില്ല. അവിൽ കുറച്ച് അവിലെടുത്തിട്ട് വറുക്കുന്നുണ്ട്. എന്നിട്ടത് ഒരു പ്ലേറ്റിലേക്ക് തണിയാനിട്ട് കൊടുക്കണം. അതിൽ വറുത്ത് കഴിഞ്ഞാൽ അപ്പം അതിലിടക്ക് അവിൽ വറുത്താകുമ്പോഴത്തേക്ക് നമുക്ക് പഴമെല്ലാം മുറിച്ചിട്ട് എടുക്കണം. അവിൽ ഇവിടുന്ന് ചൂടായി വരട്ടെ. നല്ലോണം വറുത്താവണം അവിൽ. അപ്പം ഞാനിത് സിമ്മിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പഴം ചെറിയ തോതിലൊന്ന് മുറിച്ചിടട്ടെ, തോല് പൊളിച്ചിട്ട്. അപ്പോൾ പഴം ഞാൻ തോല് പൊളിച്ചിട്ട് മുറിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇതേപോലെ മുറിച്ചിടുന്നുണ്ട്. 4 പീസാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇതേപോലെ ഞാൻ 3 പഴവും മുറിച്ചിടുന്നുണ്ട്. പൊട്ടുകടല കിട്ടാത്തതുകൊണ്ട് പൊട്ടുകടല ഇടുന്നില്ല ഞാൻ. അതിന് പകരം അണ്ടിപ്പരിപ്പ്, മുന്തിരിയുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടലയും കൂടി വേണം, പക്ഷേ ഇല്ലാത്ത പിന്നെ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടുള്ളതിനെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ആ ഒന്നുള്ളതും കൂടി വേഗം മുറിച്ചിട്ടിട്ട് കാണിച്ചു തരേ. അപ്പോൾ ഇത് അവിൽ വറുത്തിട്ടായിട്ടുണ്ട്. ഞാനിത് വാങ്ങുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ അത് അവിടുന്ന് തണിയട്ടെ. ഇതാ പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് ഇവിടുന്ന് തണിയട്ടെ. ഇനി നമുക്ക് തേങ്ങ എടുത്തിട്ട് തേങ്ങ ഇതിൻ്റെ ഒന്ന് വെള്ളം അയറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങേൻ്റെ വെള്ളവും ആറി. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നീ എന്താ വീഴാത്ത? ഫുള്ളായിട്ടും വീഴുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പീശാത്തി കൊണ്ട് അവരെയൊന്ന്
ഇങ്ങോട്ടേക്ക് തഴുകിയെടുക്കുക. മറ്റുള്ളവരുടെ രക്ഷയില്ല. സ്പൂൺ ഇതിൽ പോവില്ല ഗൈസ്, ചെറിയ സ്പൂണാണ് ഇതിൽ പാകാവുക. എൻ്റെ അടുത്തുള്ള വലിയ സ്പൂണാണ്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കൊടുക്കാം. ആദ്യം മുന്തിരി ഇടട്ടെ. മുന്തിരി കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും കൂടി ഇട്ടേ. അപ്പോൾ ഇതൊന്ന് ചുവന്ന് വന്നിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇതോ റെഡിയായി. അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡിയായി. അപ്പോൾ അവരെ നമുക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഞാൻ. പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം ഇനി ഒന്ന് നല്ലോണം നെയ്യിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. പഴത്തിനെ വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് വഴന്ന് കഴിക്കാം. അപ്പോൾ ഈ പഴത്തിന് ഞാൻ കുറച്ചും കൂടി നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണണമല്ലോ, എന്താ ചെയ്യുന്നതെന്നല്ലോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഒന്ന് വഴറ്റി വെക്കണം. എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ടായി വരണം. പഴം ഒന്ന് റെഡിയാവട്ടെ. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എനിക്ക് കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ. എള്ളിനെ ഒന്ന് വറുത്തെടുക്കട്ടെ ഗൈസ്. കുറച്ച് വെള്ള എള്ളിട്ട് ഇനി കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അവരെയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആക്കിയതിൻ്റെ അകത്തേക്ക് ഇടണം. അപ്പോൾ ഓക്കെ. ഇതും കൂടി വറുത്ത് അതിനകത്തേക്ക് ഇട്ട് വെക്കുക. എന്നിട്ടാണ് ഇനി അടുത്ത പരിപാടി നമ്മളെ വെല്ലം ഉരുക്കിയിട്ട് ഉള്ളത്. അപ്പോൾ ഇതാ വെള്ളം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം ഉരുക്കിയത് അരിപ്പയിലേക്ക് കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം നമുക്ക്. എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളെ അവിൽ തേങ്ങ
എല്ലാം കൂടി വഴന്ന് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ എടുത്തു വെച്ച എള്ള്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടെല്ലാം കൂടി നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കുക. എല്ലാ സ്ഥലത്തും എള്ള്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടി എത്തത്തക്ക വിധത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. പഴമൊന്നും ഇത് അടിഞ്ഞിട്ടൊന്നുമില്ല, കണ്ട നല്ല ഇതായിട്ട് ആ പീസ് പോലെ തന്നെ ഉണ്ട്. അടിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിലായിട്ടില്ല. പഴുത്ത പഴം തന്നെയാണ്, പക്ഷേ പഴുത്ത അരിമ്പിയ പോലെ ആയിട്ടില്ല. അതാണ് പഴുത്ത ഉടഞ്ഞ പഴം ഇതല്ല, അങ്ങനത്തെ അല്ലാത്ത കാരണമാണ് ഇതേ സ്റ്റൈലിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ അപ്പോൾ പഴവും അവിലും വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. വൈകുന്നേരത്തെ ചായയൊക്കെ ആയിക്കഴിഞ്ഞാലും അല്ല രാവിലെ ആയിക്കഴിഞ്ഞാലും എല്ലാം കഴിക്കാം. കുറച്ച് ദിവസത്തേക്ക് ഇത് എടുത്ത് വെക്കുകയും ചെയ്യും. ഇതിൽ വെള്ളത്തിൻ്റെ പറ്റൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഇതാ കണ്ടല്ലോ, ബൈ.